അപ്പൊ ഈ ഡിവേഴ്സ് എന്ന് പറയുന്നത് വലിയ ആനത്തര സംഭവം. നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മക്കൾക്കെങ്കിലും സമാധാനവും. ഒരു എപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മളൊരു പിക്ചർ പെർഫെക്റ്റ് ആവാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ ഒരു പുറത്തേക്ക് പോകുമ്പോഴോ ഫംഗ്ഷന് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിങ്സിന് പോകുമ്പോൾ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാനും മക്കളും മാത്രമുള്ള ഫോട്ടോ കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അയ്യോ ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ. ചിലപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കും, ചിലപ്പോൾ ആൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതൊക്കെ നൺ ഓഫ് ദെയർ ബിസിനസ് അല്ലെ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ എന്താ പറയാ, അപ്പനും അമ്മയും മക്കളും മാത്രമേ ഇരുന്നാലോ ആ പിക്ചർ പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുക. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ മക്കൾക്ക് ഒരു സമാധാനപരമായ ജീവിതം ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഒത്തുചേരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പിന്നെ ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുക, അവര് എന്ത് തെറ്റ് ചെയ്തു. ഈ രണ്ടലവലാദികൾ 24 മണിക്കൂറും ജയ 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 ഹേ സിനിമയിലത്തെ പോലെ ബേസിൽ ജോസഫും മറ്റേ പെണ്ണിന്റെ പേര് അവർ രണ്ടുപേരും കൂടി തല്ലുകൂട പോലെ 24 മണിക്കൂർ തല്ലുകൂടാ. ഇവരുടെ ചീത്തയും തെറിയും പാത്രങ്ങൾ എറിയണതും ഒക്കെ കണ്ടിട്ട് ഈ രണ്ട് മക്കൾ അവിടെ വളരുക. അപ്പൊ ആ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആ ബ്രോക്കൺ ഫാമിലിന്ന് വരുമ്പോ ഈ ലോകത്തിലേക്കും വേണ്ട ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിട്ട് പിന്നെ അവർ വളരാം.